ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കേൾസിനെ ഫിക്സ് ചെയ്യുന്നതെന്നാണ്. നോ കെമിക്കൽ യൂസേജ്, അതാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജാണ്. ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ജെല്ലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കേൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. പറ്റുമെങ്കിൽ നിങ്ങൾ ഹെയർ ഒന്ന് വാഷ് ചെയ്യുക, ഷാമ്പു യൂസ് ചെയ്തിട്ട്, കണ്ടീഷണർ ചെയ്തിട്ട്. ഇപ്പോൾ കണ്ടില്ല എൻ്റെ മുടി ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കുന്നത്, കാരണം അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ശരിക്കും ഞാൻ ഓയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ലാത്തതോ കുറച്ചും കൂടി ഫ്രിസി ആയിട്ട് തോന്നുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സെറം മുന്നോ പിന്നെയോ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, കാരണം എൻ്റെ ഫുള്ള് ഹെയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും, കാരണം അത്രയ്ക്ക് ഉള്ളുള്ളത് കൊണ്ടാണ്. ഹെയർ ഒന്ന് വെറ്റ് ചെയ്യുക, അതിന് കുറച്ച് വാട്ടർ എടുത്തിട്ട് മുടിയൊന്ന് നനയ്ക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ നനയ്ക്കുക. നനച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ജെല്ല് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നനയ്ക്കാതെ ചെയ്താൽ അത്രയും നല്ല റിസൾട്ട് കിട്ടത്തില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. നമ്മുടെ വെള്ളത്തിൽ കുറച്ച് ഫ്ലാക്സ് ഇട്ട് തിളപ്പിച്ച് അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ജെല്ല് പോലെ ആയിരിക്കും. മീഡിയം തിക്നെസ്സിൽ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മുന്നേ ഇത് ആവശ്യത്തിന് നിങ്ങൾ ചെയ്ത് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് ആവശ്യത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാക്സുകൾ ഇപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദിക് ആണെങ്കിൽ പോലും നമുക്ക് അഫോർഡബിൾ ആവാം, അല്ലാതാവാം. അപ്പം പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം കെമിക്കൽ കുറച്ച് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്ലാക്സ് സീഡ് ഭയങ്കര ബെനിഫിറ്റഡ് ആണ്. ഫ്ലാക്സ് സീഡ് നല്ലോണം നമ്മളെ ഹെയറിന് ഗ്രോത്തിന് സഹായിക്കും, നമ്മുടെ ഹെയർ ബ്രേക്കേജ് ആവുന്നത് കുറയ്ക്കും, നല്ല ഷൈനിങ് തരും, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ഹെയറിന് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സഹായിക്കും. അങ്ങ് ഉപ്പൂറ്റി വരെ മുടിയുള്ളതുകൊണ്ട് മുടി ചുരുട്ടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കൈ നന്നായിട്ട് അങ്ങ് ഉപ്പൂറ്റി വരെ മുടിയുണ്ട് ഗൈസ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. കുറച്ചും കൂടെ നന്നായിട്ട് വർക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രയർ വെച്ച് ഉണക്കണമെങ്കിൽ ഉണക്കാം, അല്ല ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഡ്രൈ ആയിക്കോളും. നമുക്ക് ഒരു ദിവസമൊക്കെ നന്നായിട്ട് കിടക്കും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് ചിലപ്പം എന്താ പറയുക വീണ്ടും ഫ്രിസി ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളത് കെട്ടി വെച്ചിട്ട് ഉറങ്ങേണ്ടി വരും. പക്ഷേ പിന്നെ നമുക്കത് ചിലപ്പോൾ കൂടുതൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു ദിവസം നമുക്ക് ഫുൾ ഔട്ട് ഉണ്ട് ഇതുപോലത്തെ ഒരു ലുക്ക് കിട്ടും, നല്ല ഭംഗിയില്ല. എനിക്ക് ഇനിയും ചെയ്യാനുണ്ട് അതിനിടയിലേക്ക്, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്തതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ഹെയർ ജെൽ? നിങ്ങൾക്ക് വർക്കാവും നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും സൈനിങ് ഔട്ട്.